നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലിപ്പ് മാട്രസ്. കലഹത്തിൽ കാവിക്കൂട്ട്. രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തി ബിജെപിക്കൊപ്പം നിതീഷ് ചേക്കേറിയതിനു പിന്നാലെ ജെഡിയുവിൽ കലഹം രൂക്ഷം. തീരുമാനത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചു പാർട്ടി കേരള ഘടകം. ജെഡിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെന്ന് MP വീരേന്ദ്രകുമാർ. നിതീഷിന്റെ തീരുമാനം ഞെട്ടിച്ചു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഒരു കാലത്തും അംഗീകരിക്കാനാവില്ലെന്നും വിശദീകരണം. MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നാലും നിതീഷിന്റെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കില്ല. സംസ്ഥാന ഘടകം ശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കും. ഇത് സംബന്ധിച്ച് ശരത് യാദവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ജെഡിയുവിന്റെ എല്ലാ നേതാക്കളും ഒപ്പം നിൽക്കണമെന്നും ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യസഭാംഗത്വം പ്രശ്നമല്ലെന്നും വീരേന്ദ്രകുമാർ. അതേസമയം ബിജെപിയുമായി കൈകോർത്തത് ബീഹാറിന്റെ താൽപര്യം കണക്കിലെടുത്തെന്ന് നിതീഷ് കുമാർ. പ്രാധാന്യം കൊടുക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിനും നീതിക്കും. ഇത് കൂട്ടായ തീരുമാനമെന്നും സർക്കാർ ലക്ഷ്യം ജനങ്ങളുടെ പുരോഗതിയെന്നും ബീഹാർ മുഖ്യൻ. വിമർശനം തുടരുമ്പോൾ ബിജെപി പിന്തുണയോടെ ബീഹാർ മുഖ്യനായി നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ വിമർശനവുമായി കോൺഗ്രസും RJDയും. നിതീഷ് അവസരവാദിയെന്ന് രാഹുൽ ഗാന്ധിയും നിതീഷ് ബീഹാറിലെ ജനങ്ങളെ വഞ്ചിച്ചെന്ന് ലാലു പ്രസാദ് യാദവും. രാജി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്ന് തേജസ്വി യാദവ്. നിതീഷ് കുമാർ കളം മാറ്റി ചവിട്ടിയത് സ്വാർത്ഥലാഭങ്ങൾക്കും അധികാരത്തിനും വേണ്ടിയെന്ന് രാഹുൽ ഗാന്ധി. അധികാരത്തിനായി എന്തും ചെയ്യുന്ന ആദർശശുദ്ധിയില്ലാത്ത നേതാക്കളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശാപമെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് തേജസ്വി. മഹാസഖ്യം പൊളിച്ച് ബിജെപിയുമായി കൈകോർത്ത് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് 129 അംഗങ്ങളുടെ പിന്തുണയോടെ രാവിലെ. ബീഹാറിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് BJP നേതാവ് സുശീൽ കുമാർ മോദി. കുടുങ്ങുന്നത് ആരൊക്കെ? നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വിഷയത്തിൽ ഗായിക റിമി ടോമിയെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. ദിലീപും കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന റിമിക്ക് സംഭവത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുവെന്ന നിഗമനത്തിൽ പോലീസ്. നടി ആക്രമിക്കപ്പെട്ട വിവരം എങ്ങനെ അറിഞ്ഞുവെന്നും ഇതിനുശേഷം ആരെയൊക്കെ വിളിച്ചു എന്നും ചോദ്യം ചെയ്യലിൽ പോലീസ്. കേസിൽ റിമിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ ആലോചന. ഫോൺ വിളികളുമായി ബന്ധപ്പെട്ട റിമിയുടെ മറുപടികളിൽ പൊരുത്തക്കേടുകളെന്ന് അന്വേഷണ സംഘം. ദിലീപുമായി ഗായിക നടത്തിയ സാമ്പത്തിക വിവരങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചതിനാൽ ഇത് സംബന്ധിച്ചും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതേസമയം തനിക്ക് അനധികൃത സ്വത്ത് സമ്പാദ്യം ഇല്ലെന്ന് റിമി ടോമി. ഉണ്ടെങ്കിൽ ആദായനികുതി പരിശോധനയിൽ കണ്ടെത്തുമായിരുന്നു. ദിലീപുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും മൊഴി. അതിനിടെ ദിലീപിന്റെ അമേരിക്കൻ താരനിശയിൽ പങ്കെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനം. കോവളം RPക്ക്. കോവളം കൊട്ടാരം സ്വകാര്യ ഗ്രൂപ്പിന് കൈമാറാൻ മന്ത്രിസഭാ തീരുമാനം. കൊട്ടാരവും 64.5 ഏക്കർ അനുബന്ധ സ്ഥലവും രവിപിള്ള ഗ്രൂപ്പിന് കൈമാറുക ഉടമസ്ഥാവകാശം സർക്കാരിൽ നിലനിർത്തി. നടപടി നിരുപാധിത കൈമാറ്റത്തെ CPI ശക്തമായി എതിർത്ത സാഹചര്യത്തിൽ കൊട്ടാര കൈമാറ്റം സംബന്ധിച്ച ടൂറിസം നിർദ്ദേശം മന്ത്രിസഭായോഗം പരിഗണിച്ചത് അറ്റോർണി ജനറലിന്റെ നിയമോപദേശം തേടിയ ശേഷം. ഇന്ത്യ ടൂറിസം വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലായിരുന്ന കോവളം കൊട്ടാരവും ഭൂമിയും 2002 കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വച്ചപ്പോൾ ഗൾഫാർ ഗ്രൂപ്പ് സ്വന്തമാക്കിയത് 43.68 കോടിക്ക്. പിന്നീട് അത് ലീലയും തുടർന്ന് RP ഗ്രൂപ്പും സ്വന്തമാക്കുകയായിരുന്നു. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലിപ്പ് മാട്രസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.